എല്ലാ വ്യക്തികളും ജീവിക്കുന്നത് അവനവൻ്റെ സന്തോഷത്തിനോ അതല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ സന്തോഷത്തിനോ ഒക്കെ വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സന്തോഷത്തെ തകർക്കുന്നത് ആര് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആരാണ് നമ്മുടെ സന്തോഷത്തിന് തടയിടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കാൻ നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമാണ് പഴയ പല കാര്യങ്ങളും ഓർത്തെടുത്ത് നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കുക എന്നുള്ളത്. പലപ്പോഴും പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവൻ എന്നോട് ഇത് ചെയ്യരുതായിരുന്നു, അതല്ലെങ്കിൽ ആ ചെയ്ത കാര്യം ഞാൻ മരിച്ചാലും മറക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പല ആളുകളും പറയാറുണ്ട് അല്ലേ. അപ്പോൾ അത്തരം ചിന്താഗതികൾ ഉണ്ടാകുന്നത് കൊണ്ട് ഇന്നത്തെ സന്തോഷമാണ് ഇല്ലാതാവുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. കാരണം നമ്മൾ അത് വിചാരിച്ചിരുന്നത് കൊണ്ട് നമ്മളോടത് ചെയ്ത വ്യക്തിക്കോ നമുക്കോ യാതൊരുവിധ പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. അത് ആലോചിക്കുന്നത് കൊണ്ട് ഇന്നത്തെ സന്തോഷവും ഇന്നത്തെ മാനസികാവസ്ഥയും തകർക്കാം എന്നുള്ളതല്ലാതെ പഴയ കാര്യങ്ങൾ ആലോചിച്ചിരുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ അവർക്ക് ആ ചെയ്ത കാര്യത്തെപ്പറ്റി നമ്മൾ കൂടുതൽ ആലോചിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന രണ്ടാമത്തെ വില്ലനാണ് സോഷ്യൽ മീഡിയ അതല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ എന്നുള്ളത്. പലപ്പോഴും ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ഫാമിലി ഫോട്ടോസ് ആയാലും എൻ്റർടൈൻമെൻറ്റ് വീഡിയോകളായാലും ഒരുപാട് ഹൈപ്പ് ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ളതാണ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ അന്നന്ന് ജോലി കഴിഞ്ഞ് വരുന്ന ഒരു യാഥാസ്ഥിക കുടുംബത്തിലെ ഒരു ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റാണ് ഈ ഒരു സോഷ്യൽ മീഡിയ എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അവർ സമയം ചിലവഴിക്കുമ്പോൾ അവർ കാണുന്നത് എക്സ്ട്രീം ലെവൽ ഹാപ്പിനെസ് കൊണ്ട് നടക്കുന്ന സമൂഹവും അതുപോലെ തന്നെ ഫാമിലിയെയും ഒക്കെയാണ് അവർ കാണുന്നത്. അപ്പം അത്തരം ചിന്താഗതികൾ നമ്മുടെ ജീവിതവുമായിട്ട് സാമ്യപ്പെടുത്തുമ്പോൾ നമുക്കൊന്നുമില്ലാത്തവരാണ് നമ്മൾ, അതല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നതിൻ്റെ എത്രയോ മടങ്ങ് സന്തോഷത്തിലാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ കഴിയുന്നത് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് ഒരു എക്സ്ട്രീം വേർഷനാണ്. സന്തോഷം എന്നുള്ളത് വളരെ എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ് പലരുടെയും ഒരു ധാരണ. വലിയ മാളുകളിൽ പോയിട്ട് പർച്ചേസ് ചെയ്തതാലോ അതല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ മേടിക്കുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റുള്ളവനേക്കാൾ വലിയ വീട് വെച്ചത് കൊണ്ടോ ഒന്നും നമുക്ക് സന്തോഷം കിട്ടിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, ഒന്നും ഒരു കൂര പോലും ഇല്ലാത്ത ആളുകൾ അല്ലേ, അതല്ലെങ്കിൽ ഒരു ജോലിയോ അതല്ലെങ്കിൽ വലിയ വേതനമോ ഒന്നും ഇല്ലാത്ത ആളുകളും വളരെ സന്തോഷമായിട്ട് നമ്മുടെ ചുറ്റുപാടും കഴിയുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് നമ്മൾ കണക്കിലാക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് ഉള്ളതിൽ സന്തോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലേ. ഇന്നലെ വരെ നമ്മളോട് കൂടി ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മളോട് കൂടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതും നമ്മുടെ കൂടെയുള്ളവർ നമ്മളോട് കൂടി ഉണ്ട് എന്നുള്ളതുമാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ആ സന്തോഷത്തെ കണ്ടെത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്